നമസ്കാരം സുഹൃത്തുക്കളെ. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തത്? എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ പിന്തുടരുന്നത്? പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ? എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നടക്കാത്തത്? നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, എന്നിട്ടും വിജയം അകന്നു നിൽക്കുന്നത്. ഇതിൻ്റെ ഉത്തരം പ്രശസ്ത ഡോക്ടർ ജോസഫ് മർഫി തൻ്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു അത്ഭുത ശക്തിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതാണ് നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണ് ഉപബോധ മനസ്സ്? ഡോക്ടർ ജോസഫ് മർഫി മനസ്സിനെ ഒരു തോട്ടത്തോടാണ് ഉപമിക്കുന്നത്. നിങ്ങളുടെ ബോധ മനസ്സ് ഒരു തോട്ടക്കാരനാണെങ്കിൽ ഉപബോധ മനസ്സ് ആ തോട്ടത്തിലെ മണ്ണാണ്. മണ്ണിൽ നിങ്ങൾ എന്ത് വിത്തിടുന്നുവോ അതവിടെ മുളയ്ക്കും. നിങ്ങൾ ഭയത്തിൻ്റെയും പരാജയത്തിൻ്റെയും വിത്തുകളാണ് പവാകുന്നതെങ്കിൽ ജീവിതത്തിൽ അതാകും അനുഭവപ്പെടുക. എന്നാൽ സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും വിത്തുകൾ പാകിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ജീവിതം മാറ്റാനുള്ള 3 പ്രധാന വഴികൾ നീക്കുറിച്ച് മനസ്സിലാക്കാം. 1. അഫർമേഷൻസ്. എനിക്ക് കഴിയില്ല എന്ന വാക്കിന് പകരം ഞാൻ ശക്തനാണ്, എനിക്കിതിന് സാധിക്കും എന്ന് ആവർത്തിച്ചു പറയുക. നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് സത്യമായി സ്വീകരിക്കും. 2. വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞുവെന്ന് സങ്കൽപ്പിക്കുക. അതിൻ്റെ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ആ ചിത്രം മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ പ്രപഞ്ചം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങും. 3. ഉറങ്ങുന്നതിന് മുൻപുള്ള സമയം. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള മിനിറ്റുകൾ വളരെ പ്രധാനമാണ്. ആ സമയത്ത് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഉറക്കത്തിലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ചിന്തകളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയെയാണ് ആദ്യം മാറ്റേണ്ടത്. ചാണക്യൻ പറഞ്ഞതുപോലെ ശരിയായ തന്ത്രവും ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞതുപോലെ ശരിയായ ചിന്തയും ഒത്തുചേർന്നാൽ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണ് എന്ന് ഉറപ്പിച്ചു പറയുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വാചകം ഏറ്റെടുക്കുന്നത് കാണാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി.